ഇപ്പൊ ഈ ഒരു 95 അത്രയ്ക്ക് ചേച്ചിയാന്നേ ഉള്ളു. ഒരു അത്ര ഇപ്പൊ ഉള്ള പോലെ ഒരു അടുപ്പം ഇപ്പൊ ആകുമ്പോ എന്ത് വേണം വിളിച്ച് പറയാൻ ചേച്ചിയെടുത്ത്. അതില്ല. അപ്പൊ എനിക്കിതാണെങ്കിൽ ഇറോട്ടിക് പാട്ടാണ്. മാലയം മാറോടലിഞ്ഞും അപ്പോൾ ചിത്ര ചേച്ചി വന്നപ്പോൾ ചിത്ര ചേച്ചി വിചാരിച്ചത് ഏതോ ഭക്തിപ്പാട്ടാണ്. മാലയം എന്നൊക്കെ കണ്ടപ്പോഴേ കൃഷ്ണനും ചേച്ചി ഭയങ്കര ഭക്തിയാണല്ലോ. അപ്പോൾ കൃഷ്ണ മാലയം മാറോടലിഞ്ഞു കൃഷ്ണ, മൈക്കണ്ണിൽ മാമ്പ് വിരിഞ്ഞു കൃഷ്ണ എന്ന് വിളിച്ചു. ചേച്ചി ഇങ്ങനെ ഭക്തി മാർഗത്തിൽ അവസാനം ഞാനിത് എനിക്കിത് ഒരു പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് എനിക്കൊരു പരിധിയുണ്ട് ഒരു സഹോദരനായിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ചേച്ചി മാലയം മാറോ എന്നൊക്കെ പാടിക്കോ ശരത്തെ തൊണ്ടയടപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നു ചേച്ചി. ചേച്ചിക്ക് എന്നിട്ട് പിടി കിട്ടുന്നില്ല. സാർ ഞാൻ ഒരു നിവർത്തിയില്ല. ഞാൻ എങ്ങനെ ചേച്ചി ഞാൻ പറഞ്ഞു ഇത് ഒരു മസിലും ചുമ്മാരിക്കും ദൈവകോപം കിട്ടുമെന്ന്. ചേച്ചി കൃഷ്ണനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ലാലേട്ടൻ്റെ പുറകെ നടക്കുന്ന നിരോഷായ ആ ക്യാരക്ടർ അങ്ങനെയാണ്. ഈ മസിലും ഒക്കെ കണ്ടിട്ട് അവരുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ പാട്ട് ചേച്ചി. അതിപ്പോൾ കുറച്ചും കൂടെ അപ്പോഴൊന്നും ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ പാടിപ്പാടി മാരോടലിഞ്ഞും ഈ വിബ്രാറ്റൊക്കെ കൊടുത്ത് ആ ഡൈനാമിക്സ് അങ്ങനെ ചേച്ചി പാടിക്കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി വരികളുടെയൊക്കെ അർത്ഥം ചേച്ചിക്ക് അറിയാവോ? ഇല്ല അത് ഞാനത് പറഞ്ഞു കൊടുത്ത്. ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ അടുത്ത് പറഞ്ഞ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുത്തു. അയ്യേ ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പാടിച്ചത്.